എന്താ എൻ്റെ തീരുമാനം? അല്ല, ഞാൻ എൻ്റെ തീരുമാനം ഞാൻ പറഞ്ഞാണല്ലോ. ഈ കണ്ടാലേ നോക്കിയിട്ടേ എൻ്റെ തീട്ട മൂത്രം കുറെ ഞങ്ങൾ മാത്രം ഉണ്ടാവുള്ളൂ. തന്നെ കണ്ടില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി താൻ വന്നാ. അപ്പം ഞാൻ കൊണ്ടുപോയതിന് കണക്കൊന്നുമില്ലേ? ഒരു 6 മാസം വയ്യാണ്ട് കിടന്നു അമ്മ. അന്ന് ഞാൻ സ്ഥലത്തില്ലല്ലോ, അതുകൊണ്ടല്ലേ. അപ്പം ഞാൻ കൊണ്ടുപോയി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നത്. അപ്പം ഞാൻ തീട്ടമൂത്രം ഞാനും കോരിയിട്ടില്ലേ ഏട്ടാ? എൻ്റെ ഭാര്യയും കോരിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ, എനിക്കിതിൽ വേറെ വർത്താനം പറയാനില്ല. നേട്ടൻ കൊണ്ടുപോവുക, വണ്ടി സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെ കൊണ്ടുപോയിക്കൂടെ? വണ്ടി സൗകര്യത്തിൻ്റെ കാര്യമില്ലല്ലോ, എനിക്ക് എൻ്റെതായിട്ട് കാര്യങ്ങളില്ലേ. ഇത് വല്ല ജോലിക്ക് പോകണം, അവൾക്കും ഓരോ കാര്യങ്ങൾക്ക് പോകണ്ടല്ലേ. അത് വെച്ചിട്ട് ആരമ്മേ? അമ്മ നമ്മുടെ രണ്ടുപേരും അമ്മ തന്നെയാണ്. ഞാനെന്ത് സംഭവിച്ചല്ലോ, ഈ മാസം ലാസ്റ്റ് എൻ്റെ ഭാര്യയും കുട്ടികളായിട്ട് ഗൾഫിൽ പോകുന്നുണ്ട് വിസിറ്റിങ്ങിന്. അപ്പം ഇതിന് കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്കൊരു ഭാര്യയും കുട്ടിയുടെ കാര്യങ്ങൾ നോക്കണ്ടേ? അതന്നെ എൻ്റെ കാര്യം പറഞ്ഞത്. ഞാൻ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും നോക്കാൻ പറ്റില്ലാത്ത സ്ഥിതിക്ക് അമ്മനെ ഒരു അനാഥാലയത്തിൽ കൊണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പിന്നെ ജീവിക്കണ്ടേ? അതിന് വേണ്ടി കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് എൻ്റെ കാര്യം വിട്ട് പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ തീരുമാനത്തിൽ യോജിക്കുകയാണെങ്കിൽ നമുക്ക് അതിങ്ങനെ ചെയ്യാം. എന്താ അമ്മ പറയണേ? അമ്മ തീരുമാനിച്ചു കഴിഞ്ഞു. മക്കളെ, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയുടെ കാര്യം പറഞ്ഞ് ചർച്ച ചെയ്യണ്ട. ഞാൻ 10 മാസം 10 മാസത്തെ കാര്യം എല്ലാ തള്ളാരും പറയണത്, നിങ്ങളതൊന്നും പറയണ്ട. അമ്മ നമ്മുടെ കാര്യം പറഞ്ഞാൽ മതി. അവന് അമ്മനെ നോക്കാൻ പറ്റില്ല, എനിക്കും പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഭാര്യയും കുട്ടികളായിട്ട് ഗൾഫിൽ തിരിച്ചു പോവാണ്. അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ്. ഈ ഭാര്യ കുട്ടികളെ ഗൾഫിൽ പോകുമ്പോൾ ഞാനിപ്പോൾ ഇതിനെ നോക്കണമെന്നോ? ഒരു തീട്ടമൂത്രം ഞാൻ ഇത്ര നാൾ കോരിയില്ലേ? എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞോളൂ. ഈ നോക്കിയിട്ട് കണക്കില്ല. നീ ഇടയ്ക്ക് വന്നിട്ട് ഈ മാവേലി വന്നോടെ പോലെ പോവല്ലേ വർഷം ഗൾഫിൽ പോകുമ്പോൾ അവർ കൊണ്ടുപോയിക്കൂടെ എന്ന് ഞാൻ പറയണല്ലോ. നിങ്ങൾ കുട്ടികളും കുടുംബങ്ങളായി സന്തോഷമായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. എനിക്ക് സന്തോഷമുള്ള വരണോട്ട്. അച്ഛൻ ഇട്ടേച്ച് പോയിട്ടും അമ്മ മക്കൾക്ക് വിഷമങ്ങളൊന്നും കൂടാതെ കണ്ടിട്ട് വളർത്തിയുണ്ടാക്കിയില്ലേ, അത് ഓർമ്മയുണ്ടായാൽ മതി. മക്കളെ, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കരുത് നിങ്ങൾ രണ്ടുപേരും. ഞാനിത് ഇറങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും തീരുമാനിച്ചു അല്ലേ? ഞാൻ നിങ്ങൾക്ക് ആർക്കും ഒരു ഭാരം ആവാതെ. അമ്മ ഞാൻ പിടിക്കണ? വേണ്ട, ഇനി ആരും പിടിക്കണ്ട.